ഏറ്റവും ലേറ്റസ്റ്റ് ഇപ്പോൾ പറയുന്നത് ലൈവിൽ പോകുമ്പോൾ ഒരു പയ്യൻ നിങ്ങളുടെ ബിരിയാണി മോശം എന്ന് പറയുമ്പോൾ സാർ റിയാക്ട് ചെയ്തേക്കുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. സർക്കാസം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? അതെന്ന് പറയുന്നത് കൂട്ടുകാരുടെ ഇടയിലുള്ളത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? ഇത് എന്നെ സംബന്ധിച്ചുള്ള ഒരു ഫാമിലി പോലെയാണ്. ഒന്നുമില്ല, നമ്മുടെ സുഹൃത്തുക്കളല്ലേടാ. സുഹൃത്തുക്കളാ? നീ കള്ളൻ ഫാമിലി, ഞാൻ പോലീസ് ഫാമിലി. നമ്മുടെ ഫാമിലികൾ തമ്മിൽ ചേരില്ല. ഈ പറഞ്ഞ പയ്യൻ പരിചയമുള്ളതാണോ? എനിക്കറിയില്ല, ഞാൻ എങ്ങനെയാണ് അവരെ കാണുന്നത്. എങ്ങനെ ഇരിക്കണം? ഞാൻ ഇവനെ കളിയാക്കല്ലേ ചെയ്തേ ലൈവില്. എന്റെ കസ്റ്റമറോട് ഞാൻ അങ്ങനെയല്ല പെരുമാറുക. കസ്റ്റമറോട് പറഞ്ഞാൽ കസ്റ്റമർ ആണല്ലോ, അയാളും കസ്റ്റമർ ആയി. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ലൈവ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ആയിട്ട് ഒരു ബന്ധമില്ല. ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് തിങ്. ലൈവില് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെരുമാറുന്നത് വേറൊരു രീതിയിലാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ ഞാനില്ലേ? അത് ഞാനല്ല. അതെന്തുകൊണ്ടാണ്? കാരണം ലൈവിന്റെ സ്വഭാവം അതാണ്. അതാണ് ആൾക്കാർ അത് കാണുന്നത്. നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? അത് നമ്മുടെ ഒരു ശൈലിയാണെന്നാണ് പറയുന്നത്. ഇട ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെയാ. അതൊരു ടെൻഷൻ റിലീസാണ് ഞങ്ങൾക്കൊക്കെ. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവരണം. ഡോണ്ട് ട്രൈ ടു പ്ലേ ദ ഫൂൾ വിത്ത് മീ നികേഷ്. നോ, ഇറ്റ്സ് വെരി ബാഡ്. അപ്പൊ അതായത് ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് എന്തെങ്കിലും റെസ്റ്റോറന്റ് പരമായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ ലൈവിൽ ഒന്ന് പറയരുത്. ലൈവിലും നിങ്ങൾ പറഞ്ഞോ, പക്ഷെ അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം കറക്റ്റ് ആയിരിക്കും. റെസ്റ്റോറന്റ് ഓണർ മൃണാളിന്റെ അല്ല. എന്റെ മുമ്പ് തൂങ്ങിച്ചത്. ഇതൊന്ന് റെഡിയായി വരാൻ കുറച്ച് സമയം എടുക്കും. അയ്യോ, പതുക്കെ മതി. ഇനിയോട്ട് റെഡിയായില്ലേലും വലിയ പ്രശ്നമൊന്നുമില്ല.